അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ഇടുക്കിയിലെ കേട്ടോ ഒരു ഏലത്തോട്ടത്തിലാണ്. അത് നല്ല വലിയൊരു ഏലത്തോട്ടമാണ് കേട്ടോ. പക്ഷേ എനിക്കവിടെ എല്ലാം ചുറ്റിക്കറങ്ങാൻ പറ്റിയില്ല. കാര്യം എല്ലായിടത്തെ കാഴ്ച ഒരേപോലത്തതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രം ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നല്ല പൂവിട്ട് അത്യാവശ്യം കായൊക്കെയായി വന്ന് നിൽക്കുന്ന ഏലത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ തിരുവനന്തപുരമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാനായിട്ട് അമ്മയുടെ നാടായ കട്ടപ്പനയിലേക്ക് വന്നതാണല്ലോ. അപ്പോൾ അവിടുത്തെ കാഴ്ചയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ എന്താ പറയുക, നമുക്ക് വളരെ കൗതുകമാണ് കേട്ടോ. നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഏലയ്ക്ക അങ്ങനെ നമ്മുടെ നാട്ടിലങ്ങനെ പോലെ കാഴ്ച നിൽക്കുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഓർത്ത് എന്തായാലും അതിനെ തന്നെ ഒരു വീഡിയോസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപക്ഷെ പല കൂട്ടുകാർക്കും അറിയത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ കണ്ടിട്ടില്ലായിരിക്കാം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മളെ കൺമുൻപിൽ തന്നെ ഇങ്ങനെ ആ ഏല ഇങ്ങനെ ഈ ഏല ഇങ്ങനെ പൂവൊക്കെ ഇട്ട് അതിങ്ങനെ കായായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പിന്നെ സൂചന ഇട്ടിരുന്നു കേട്ടോ. ഒരു വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളൊരു കൂട്ടുകാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഈ അവിടെ പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ ഈ ഏലത്തിൻ്റെയും അതുപോലെ കാപ്പിയുടെ ഒക്കെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കാപ്പിയുടെ ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ വെറും കാപ്പി മാത്രമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇപ്പം മുട്ടൊക്കെ ഇട്ട് പൂത്ത് നിൽക്കുന്നതൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ള ഇതേ ഉള്ളൂ കേട്ടോ. പക്ഷേ കാപ്പിയുടെ വിളവെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഇനി ഏലം ഇപ്പോൾ ഇങ്ങനെ പൂത്ത് കായൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇനിയും ചിലപ്പോൾ കുറച്ചുകൂടെ ദിവസമാവും. കാര്യം ഇത് നല്ലപോലെ ഒന്ന് വിളഞ്ഞിട്ടാനായിട്ടെ. എന്തായാലും ചെങ്കളെ, എനിക്കെന്തായാലും ഒരുപാട് എന്താ പറയുക ഇഷ്ടമായി കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. പിന്നെ എവിടെ നോക്കിയിരുന്നാലും ഏലവും ഇതുപോലെ തന്നെ കൊക്കോയും കാപ്പിയും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളിതിലിങ്ങനെ നടന്നു പോകുമ്പോൾ കേട്ടോ നല്ല തണുപ്പും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് കേട്ടോ, ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഏകദേശമുള്ള ഓരോ വീട്ടുകാർക്കും ഈ അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീടുകളിലും സ്വന്തം കൃഷിയാണ്. കാരണം ഇപ്പോൾ ഒരു 10 സെൻറ്റ് ആണെങ്കിലും അവിടെയും ഇതുപോലെ കാപ്പിയും കൊക്കോയും ഏലം എല്ലാം ഉണ്ട് കേട്ടോ. ഇവരുടെ മെയിനായിട്ടുള്ള ഒരു കൃഷി രീതി തന്നെയാണ് ഇത് കേട്ടോ. എന്തായാലും എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എന്തായാലും അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥയും എന്താ പറയുക, നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടില്ലാത്ത കൂട്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ നമ്മളിവിടുത്തെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മളെ ഈ കട്ടപ്പനയിലേക്കുള്ള മനോഹരമായിട്ടുള്ള കുറേ നല്ല അടിപൊളി നല്ല സ്പോട്ടുകളായിട്ട്, അതേ സ്പോട്ടുകളുടെ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ആ വീഡിയോസൊക്കെ കാണാൻ മറക്കല്ല കേട്ടോ. ഇവിടെ ഈ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുരിശുമലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെല്ലാം ഈ വെള്ളിയാഴ്ച കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.